ലോകത്ത് അസമത്വം വർദ്ധിക്കുന്നത് അനുക്രമത്തിലല്ലെന്നും കുത്തനെയാണെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇപ്പോൾ വാർത്തയല്ലാതായിരിക്കുന്നു. സാമ്പത്തിക, സാമൂഹിക മേഖലകളിലെ വർദ്ധിച്ചു വരുന്ന അന്തരം മറികടക്കാൻ ലോക സാമ്പത്തിക ഫോറം പോലുള്ള സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. സാമ്പത്തിക മാന്ദ്യ, ഭീതി, തൊഴിലില്ലായ്മ, മനുഷ്യാവകാശങ്ങളുടെ ശോഷണം എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടതാണ് അസമത്വം. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും മാനവ വികസനത്തിൽ മുന്നേറുന്നുണ്ടെങ്കിലും സാമ്പത്തികമായ അസന്തുലിതാവസ്ഥ സാമൂഹിക നീതിയുടെ എല്ലാ മാനങ്ങളെയും മറികടക്കുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്നു. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, സാമ്പത്തിക മാന്ദ്യം എന്നിവ യുവജനങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക. ഇത് സാമൂഹിക ധ്രുവീകരണം വർദ്ധിപ്പിക്കും. നിർമ്മിത ബുദ്ധി പോലുള്ള സങ്കേതങ്ങൾ അസമത്വത്തെ സ്വാധീനിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസനത്തെ സഹായിക്കുമെങ്കിലും അവയുടെ ശരിയായ ഉപയോഗം ഉറപ്പാക്കിയില്ലെങ്കിൽ അസമത്വം കൂടാനാണ് സാധ്യത. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഭരണകൂടങ്ങൾ പിന്നാക്കം പോകുന്നതും കാലാവസ്ഥാ പ്രതിസന്ധിയും അസമത്വത്തിന് ആക്കം കൂട്ടുന്നു. ശിഥിലമാകുന്ന സമൂഹങ്ങളും പ്രധാന ഭീഷണിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭരണകൂടത്തിൻ്റെ നയവൈകല്യങ്ങളും വിഭാഗീയ കാഴ്ചപ്പാടുകളും കൊണ്ട് അന്യവൽക്കരിക്കപ്പെടുന്ന ജനതയുടെ നാടായി മാറുകയാണ് ഇന്ത്യ. നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തെക്കുറിച്ച് പാരീസിലെ വേൾഡ് ഇക്വാലിറ്റി ലാബിലെ സാമ്പത്തിക വിദഗ്ധരായ ലൂക്കാസ് ചാൻസൽ, റിക്കാർഡോ ഗോമസ് കരേര, റൊവൈഡ മോഷ്രിഫ്, തോമസ് പിക്കറ്റി എന്നിവർ എഡിറ്റ് ചെയ്ത് 2026 വേൾഡ് ഇക്വാലിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന വിശദാംശങ്ങൾ കടുത്ത ആശങ്കയുളവാക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും അസമത്വമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് റിപ്പോർട്ട് പറയുന്നു. ജനസംഖ്യയിൽ മേൽത്തട്ടിലെ 10% ദേശീയ വരുമാനത്തിൻ്റെ ഏകദേശം 58% കൈവശം വച്ചിരിക്കുന്നു. അതേസമയം താഴെയുള്ള 50% പേരുടെ വരുമാനം 15% മാത്രമാണ്. സമ്പത്തിൻ്റെ കാര്യത്തിലെ അന്തരം ഇതിലും വലുതാണ്. ഏറ്റവും സമ്പന്നരായ 10% പേർ മൊത്തം സമ്പത്തിൻ്റെ 65% കൈവശം വയ്ക്കുന്നു. അതിസമ്പന്നരായ 1% കയ്യിലാണ് സമ്പത്തിൻ്റെ 40%. സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെയും കേന്ദ്രീകരണം അനിയന്ത്രിതമായി തുടരുകയും ഏറ്റവും താഴെയുള്ള 50% പേർ സമ്പത്തിൻ്റെ 2% മാത്രം നിയന്ത്രിക്കുകയും വരുമാനത്തിലെ 8% മാത്രം നേടുകയും ചെയ്യുന്നു. ഏറ്റവും മേൽത്തട്ടിലെ 0.001% പേർ നിയന്ത്രിക്കുന്ന സമ്പത്തിൻ്റെ അളവാണ് ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും റിപ്പോർട്ട് തുറന്നു കാട്ടുന്നു. 1995 ഏകദേശം 4% ഇത് 2025 ആകുമ്പോഴേക്കും 6% ഉയർന്നു. 2031 ആകുമ്പോഴേക്കും രാജ്യത്ത് 12 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കും എന്ന ഗൗതം അദാനിയുടെ പ്രസ്താവന ചേർത്ത് വായിച്ചാൽ ഈ വളർച്ചയുടെ ചിത്രം വ്യക്തമാകും. ലോകമെമ്പാടും ലിംഗ അസമത്വം ആശങ്കാജനകമായി തുടരുന്നു. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ജോലി ചെയ്യുകയും കുറവ് വരുമാനം നേടുകയും ചെയ്യുന്ന അവസ്ഥ തുടരുകയാണ്. ആനുപാതികമല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾ നിയന്ത്രിക്കുകയും രാഷ്ട്രീയ പങ്കാളിത്തം പരിമിതപ്പെടുത്തുകയും സമ്പാദ്യം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. അസമത്വം ഇന്ത്യയുടെ മാനവ വികസന സൂചിയെ 30.7% കുറയ്ക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ഏതാനും മാസം മുമ്പാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ അസമത്വം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും വരുമാന, ലിംഗ അസമത്വങ്ങൾ ഉയർന്ന നിലയിൽ തുടരുന്നു. സ്ത്രീ തൊഴിൽ ശക്തി പങ്കാളിത്തവും രാഷ്ട്രീയ പ്രാതിനിധ്യവും വളരെ പിന്നിലാണ്. സ്ത്രീ ശാക്തീകരണം, എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിലൂടെ മാത്രമേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അസമത്വം കുറയ്ക്കാൻ കഴിയൂ. പ്രാദേശിക സാമ്പത്തിക വികസനത്തിലുള്ള ലോക ഫോറം പോലുള്ള വേദികൾ നീതിയുക്തമായ സാമ്പത്തിക പരിവർത്തനങ്ങൾക്ക് ഇത്തരം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. യുവാക്കളുടെ അവകാശങ്ങൾക്കും അഭിലാഷങ്ങൾക്കും മുൻഗണന നൽകാൻ നയരൂപകർത്താക്കൾ തയ്യാറാകേണ്ട കാലവും അതിക്രമിച്ചിരിക്കുന്നു. സാമ്പത്തിക നീതി, സാമൂഹികമായ ഉൾക്കൊള്ളൽ, സാങ്കേതിക വിദ്യയുടെ ശരിയായ വിനിയോഗം എന്നിവയിലൂടെ അസമത്വം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടന്നു വരികയാണ്. നമ്മുടെ നേതൃത്വങ്ങളാകട്ടെ മനുസ്മൃതിയിലും വന്ദേ മാതരത്തിലും ഖുറാനിലും പറയുന്ന സ്ത്രീ ജീവിതത്തിലും ചർച്ചകളും സംവാദങ്ങളുമായി കാലം കഴിക്കുകയാണ്. തുറന്ന കണ്ണും വികസന മസ്തിഷ്കവുമുള്ള ഭരണാധികാരികൾക്ക് ഈ ജനങ്ങളുടെ വികാസവും അതുവഴി രാജ്യത്തിൻ്റെ വികസനവും ലക്ഷ്യമിടാനും പ്രാപ്തമാക്കാനും താൽപ്പര്യമുണ്ടാവുകയുള്ളൂ.